ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി എൻ്റെ അമ്മ എന്നെ എവിടേക്കോ കൊണ്ടുപോവാ. എവിടാന്നറിയത്തില്ല, സർപ്രൈസാ. നമുക്ക് പോവാ. തിരുവേൻ്റെ സീവീഡിലാണ്. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപയാണ് പാസ്. ധാരാളം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ മീനുകളുടെ ഒരു അക്വേറിയമാണ്. ധാരാളം പലതരത്തിലുള്ള പല കളറിലുള്ള ധാരാളം മീനുകളെ ഞങ്ങൾക്കവിടെ കാണാൻ പറ്റി. കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. വെക്കേഷന് സമയത്ത് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുട്ടികളുമായിട്ടൊന്ന് എൻജോയ് ചെയ്യാനും അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. മോള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അമ്മയും മോളും ഞങ്ങളുടേതായ ഒരു ലോകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. നമ്മൾക്കറിയാത്ത പേരുകൾ പോലും അറിയാത്ത ധാരാളം മീനുകളുണ്ടായിരുന്നു. പല നിറത്തിലുള്ള പല ഇതിലുള്ള എന്തിനും പേരൊക്കെ ചോദിച്ചാലൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളതും അല്ലാത്തതുമായ ധാരാളം മീൻ. ഈ അണ്ടർ വാട്ടർ ടണൽ ഒരു ഭയങ്കരമായൊരു അനുഭവം തന്നെയാണ്. നമ്മൾ തലയ്ക്ക് മുകളിലൂടെയും ഒക്കെ പലതരത്തിലുള്ള മീനുകൾ. പക്ഷെ കുട്ടികളെയും കൊണ്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളവിടെ വീഴുന്ന നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഫാമിലിയുടെ കുട്ടിയൊക്കെ ആ സൈഡിൽ എഡ്ജിൽ വീഴുന്നുണ്ടായിരുന്നു. കാല് അതിൻ്റെ ഇടയിലോട്ട് വീഴുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. അപ്പം അതിൻ്റേതായ ഞങ്ങളുടെ വീഡിയോസിൽ മോളെ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് വീഡിയോസിനകത്ത് പലതിൻ്റെ അകത്തും അത് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ തന്നെ പറ്റില്ല. ഒന്ന് തിരക്ക്, പിന്നൊന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ കണ്ടു. അപ്പോൾ പിന്നെ കുഞ്ഞിനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വന്നു, മോളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വന്നതുകൊണ്ട് വീഡിയോസ് ഒക്കെ ഇതായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെ. കാരണം അവരുടെ കാലൊന്നും അതിൻ്റെ എഡ്ജിൽ പോയി വീഴാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അത്ര വലിയ മെർമെയ്ഡിനെ കണ്ട അന്തം വിട്ട് നിൽക്കുന്ന മോളാണ്. പക്ഷേ പറയണമല്ലോ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കാണ്. നമുക്ക് ഫോൺ പിടിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പുറകിൽ നിന്ന് മെർമെയ്ഡ് വരാൻ കുറച്ച് താമസിച്ചത് കൊണ്ട് നമ്മൾ ഐസ്ക്രീമും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് സ്കിപ്പായിപ്പോയി, ക്ഷമിക്കുക. പിന്നെ പെട്ടെന്നാണ് മെർമെയ്ഡ് വന്നത്. പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂട്ടമായി. അതിൻ്റെ ഇടയിൽ കൊച്ചു കുട്ടികളെ ആയതുകൊണ്ട് നമ്മൾക്ക് കെയറിങ് ചെയ്യുന്നതുകൊണ്ട് മെർമെയ്ഡിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കോടുകൂടി എടുക്കേണ്ടി വന്നു. ഫർണിച്ചറിൻ്റെ ഷോപ്പുകൾ നല്ല ഷോപ്പുകളായിരുന്നു. പിന്നെ ധാരാളം ഷോപ്പുകളുണ്ടായിരുന്നു. ഗ്ലാസ്, ഇങ്ങനെ ബബിളിൻ്റെ ഒരു ഷോപ്പുണ്ടായിരുന്നു. പഴയ മിഠായിയുടെ ഉണ്ടായിരുന്നു, ഹൽവയുടെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ പെൻസിൽ, അങ്ങനെയൊക്കെ കുറേയൊക്കെ ഞങ്ങൾക്ക് ഈ തിരക്കുകൾക്കിടയിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ചിപ്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഷോപ്പുണ്ടായിരുന്നു. സോപ്പുകൾ, ഹോം മെയ്ഡ് സോപ്പുകൾ ഉണ്ടായിരുന്നു. അവർ നമ്മളെയാണ് ഹോം മെയ്ഡ് സോപ്പിനെ വിളിച്ച് ടെസ്റ്റ് ചെയ്ത്. ഇവിടെ ഭയങ്കര സ്മെല്ലാണ്. അച്ചാറിൻ്റെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ആ സ്മെല്ല് കാരണം തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നും. അമ്മാതിരി സ്മെല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ബാഗുകൾ, നല്ല ബാഗുകളുണ്ട്, നല്ല ചെരുപ്പുകളുണ്ട്, അങ്ങനെ കുറേ ചെരുപ്പുകളുണ്ട്. പിന്നെ അവിടെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ട്. അവിടെ ഒന്നും മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. പിന്നെ നമ്മളെ പേടിപ്പിക്കുന്നൊരു സാധനം, എനിക്ക് പേടിയായിരുന്നു, കുഞ്ഞിനും പേടിയായതുകൊണ്ട് ഞങ്ങൾ അവിടോട്ടും പോയില്ല. ഓന്തുകളുണ്ട്, ജീവനുള്ള ഓന്തിനെയൊക്കെ നമ്മുടെ ദേഹത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ ആ ഭാഗത്തോട്ടേ പോയില്ല, ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട്. പിന്നെ കമ്മൽ, മാല, കളിപ്പാട്ടം, അങ്ങനത്തെയൊക്കെ ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു. ഡ്രസ്സിന് ഇവിടെ വിലക്കുറവാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ കയറിയില്ല, താല്പര്യമില്ലാത്തതുകൊണ്ട് കയറിയില്ല, അന്വേഷിച്ചുമില്ല. അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പോപ്കോൺ ഉണ്ട്, പക്ഷേ മോക്കത് ഇഷ്ടമല്ല, വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ ആ ഷോപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മൈൻഡ് മൊത്തം ചോക്ലേറ്റ് പാർക്ക് പോലത്തെ ഇതായിരുന്നു. ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഞങ്ങൾ ചെന്നത് ഉച്ചയ്ക്ക് 3 മണിക്കായതുകൊണ്ട് ഓപ്പണായി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി നാളെയോ മറ്റന്നാളോ എങ്ങാനുമായിട്ട് ഞങ്ങളൊരു 6 മണി ടൈം നോക്കി പോകും. കാരണം പാർക്കൊക്കെ ഒരു 6 മണി ടൈമിൽ ഓപ്പൺ ആവുള്ളൂ. ആ സമയത്ത് ചെന്നിട്ടേ കാര്യമുള്ളൂ. ഈ വെയിലത്ത് കുട്ടികളെയും കൊണ്ട് പാർക്കിൽ പോകാൻ പറ്റുന്ന ആ ടൈമിനല്ലേ. പിന്നെ ധാരാളം ചെടികളുണ്ട് കേട്ടോ. ഈ ചക്ക, വിയറ്റ്നാം മേർലി പോലത്തെയുള്ള ചക്ക പിടിച്ച് കിടക്കുന്ന പ്ലാവുകൾ കണ്ടു. നല്ല നല്ല മാവുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാന്താരി മുളക്, പച്ചമുളക് എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാനും നമുക്ക് പറ്റിയില്ല. കാരണം നല്ല വെയിൽ, വെള്ളം ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് അവിടെ പകുതി ആയപ്പോഴേ തീർന്ന അവസ്ഥയായിരുന്നു. അതുപോലെ വെയിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മാത്രമേ AC ഉള്ളൂ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ മുതൽ അവിടെ വരെ നല്ല തിരക്കുണ്ടായിരുന്നു. 2:30 പോയിട്ട് ഇന്ന് 3 മണി മുതൽ ഇലക്ഷൻ ആയതുകൊണ്ട് 3 മണി മുതലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു തിരക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ചൂടും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോസ് നല്ല ചെടികളൊക്കെ ഉണ്ട്. റോസ് പല തരത്തിലുള്ള നല്ല റോസുകളുണ്ട് കേട്ടോ. എല്ലാത്തിലോട്ടും ഒന്നും ഞങ്ങൾ പോയില്ല, കാരണം ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാത്തതായിരുന്നു. ഹലോ ഗോയ്സ്, ഇന്ന് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോവാ. കാരണം നാളെ ഇനി അച്ഛനെ കൂട്ടി വരും കേട്ടോ. എൻ്റെ അച്ഛൻ്റെ കൂടി നാളെ വരും. പാപ്പൊന്നും ഞങ്ങൾ വന്ന സമയത്ത് ഓപ്പൺ അല്ല, അതുകൊണ്ടാണ്. അപ്പം നാളെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ വരും, പാർക്കിൽ കയറും എല്ലാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനിച്ച് വെക്കുന്നു. ഈ തൊട്ട് നാളെ ഞാൻ വരും വീണ്ടും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരും. അപ്പോഴത്തേക്കെല്ലാം